ത്രിയേക നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് 2025 മെയ് മാസം 28-ാം തീയതി ബുധനാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിൻ്റെയും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി കാതോർക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 16-ാം അധ്യായം 1-ാം വാക്യം. ഫസ്റ്റ് ക്രോണിക്കൽസ് ചാപ്റ്റർ 16 വേഴ്സ് 1 നാം ഇപ്രകാരം വായിക്കുന്നു: ഇങ്ങനെ അവർ ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവന്ന് ദാവീദ് അതിനായി അടിച്ചിരുന്ന കൂടാരത്തിനകത്ത് വെച്ചു. പിന്നെ അവർ ദൈവത്തിന്റെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു. ഇസ്രായേൽ ജനത്തിന്റെ സകല യാത്രകളുടെയും അനുഗ്രഹത്തിന്റെയും ആലോചനകളുടെയും ഒരു ചെറിയ നീക്കത്തിൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട പ്രഭവ കേന്ദ്രം, സ്ഥിരാകേന്ദ്രം എന്നത് നിയമപെട്ടകമാണ്. എന്നാൽ നിയമപെട്ടകം ഫെലിസ്തീനുമായിട്ടുള്ള യുദ്ധത്തിൽ പിടിക്കപ്പെട്ട് ഇസ്രായേൽ ജനത്തിന്റെ കയ്യിൽ നിന്നും നഷ്ടമായി. അതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം, ദിനവൃത്താന്ത പുസ്തകം എന്നിവയിൽ നിന്നും ലഭ്യമാണ്. അവസാനം ഇതാ അബീനാദാബിന്റെ ഭവനത്തിൽ നിന്നും പെട്ടകം ദാവീദിന്റെ നഗരിയിലേക്ക് കൊണ്ടുവരുവാൻ ദാവീദ് പുറപ്പെടുന്നു. അങ്ങനെ ആഘോഷപൂർവം കൊണ്ടുവന്നപ്പോൾ ഇതാ കാള വിരണ്ടു. എന്നും വേദപുസ്തകത്തിൽ അറിയപ്പെടുന്ന നിലയിൽ പെരസ് ഉസ്സ എന്നറിയപ്പെടത്തക്കവണ്ണം ഉസ്സ തൽക്ഷണം മരിക്കപ്പെട്ടു. തുടർന്ന് ദാവീദ് ഉൾപ്പെടെ സകലരും ഭയന്നു. അവർ ഓബേദേദോമിന്റെ ഭവനത്തിൽ പെട്ടകം വെച്ചു. അങ്ങനെ ഏകദേശം 3 മാസത്തോളം പെട്ടകം അവിടെ ഇരുന്നു. തന്മൂലം ഓബേദേദോമിനെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിച്ചു. ഈ വിവരം ദാവീദ് കേട്ടപ്പോൾ ദാവീദ് പിന്നെയും ഉണർന്നു. ദാവീദ് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഴ്ചകളൊന്നും വരാതെ വണ്ണം വചനമനുസരിച്ച് ലേവ്യരെയും അതിന് തക്ക സന്നാഹങ്ങളുമായി അവർ പെട്ടകം പാടി പ്രാർത്ഥിച്ച് ആർത്തുല്ലസിച്ച് അതിനുവേണ്ടി ഒരുക്കിയ സ്ഥലത്ത് ദാവീദിന്റെ നഗരിയിൽ കൊണ്ടുവന്നു. നാം തുടർന്ന് വായിക്കുന്നത് അടുത്ത 2-3 വാക്യങ്ങളിൽ വേണ്ട പോലെ എല്ലാം ചെയ്തിട്ട് ദാവീദ് ജനത്തെ യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു. ജനത്തിന് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടെ കൊടുത്തു. അങ്ങനെ പെട്ടകം തങ്ങളുടെ നഗരത്തിൽ മടക്കിയെത്തിച്ചു. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുവാൻ ഉദ്ദേശിക്കുന്ന ചിന്ത, പ്രിയ ദൈവജനമേ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ജീവിതമാകുന്ന ഹൃദയത്തിൽ, നമ്മുടെ ആരാധന സ്ഥലമാകുന്ന നാം ഓരോരുത്തരും കടന്നു പോകുന്ന ഏത് സഭയും ഏത് കൂട്ടായ്മയും എത്ര പുതിയതും എത്ര പാരമ്പര്യമുള്ളതും ഇന്നലെ മുളച്ചതും സ്വർഗത്തിന്റെ സകല കൊട്ടേഷൻ എടുത്തു വെച്ചിരിക്കുന്നതും എന്തുമായിക്കൊള്ളട്ടെ, ദൈവ സാന്നിധ്യം ഉണ്ടോ? ദാവീദ് തിരിച്ചറിഞ്ഞു, എന്റെ നഗരത്തിൽ പെട്ടകമില്ല. പെട്ടകം പിടിക്കപ്പെട്ടു. അബീനാദാബിന്റെ ഭവനത്തിലാണ്. അവിടെ നിന്ന് കൊണ്ടുവന്ന വഴിക്കാണ് ബുദ്ധിമുട്ടുണ്ടായത്. അത് ഓബേദേദോമിന്റെ ഭവനത്തിലെത്തി.
പോരാ, എത്തണ്ട. ഇസ്രയേലിന്റെ രണ്ടാമത്തെ രാജാവാകുന്ന ദാവീദ് പറയുന്നു, ദൈവത്തിന്റെ നഗരത്തിൽ, യെരുശലേമിൽ, ഡേവിഡ് സിറ്റിയിൽ പെട്ടകമെത്തണം. പ്രിയമുള്ളവരെ, നമ്മുടെ പാരമ്പര്യങ്ങളും ആത്മീയ പശ്ചാത്തലങ്ങളും കുടുംബശ്രേഷ്ഠതകളും ജോലിയുടെ വലിപ്പവും സമ്പത്തിന്റെ പെരുപ്പവും അനുഗ്രഹത്തിന്, ദൈവിക സാന്നിധ്യത്തിന് ഒരു കാര്യമല്ല. ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ സാന്നിധ്യത്താൽ തന്നെ നിറയണം. ഈ പ്രഭാതത്തിൽ അവരോട് തന്നെ ചോദിച്ചുത്തരം കണ്ടെത്തുക. ഞാൻ ഈ പാടുകയും പ്രാർത്ഥിക്കുകയും ആത്മീയ കാര്യങ്ങളിൽ മുൻപിട്ട് നിൽക്കുകയും ചെയ്യുന്നതല്ലാതെ ദാവീദിന്റെ നഗരത്തിൽ പെട്ടകമില്ലാതിരുന്നത് പോലെ എന്റെ ഹൃദയത്തിൽ ദൈവത്തിനുള്ള സ്ഥാനം, ദൈവം വസിക്കുന്നത് ശൂന്യമാണോ? ദൈവം വസിക്കുന്നില്ലയോ? ഉണ്ടോ? എന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ സ്ഥാനം എന്താണ്? വലിയ കൊട്ടാരം പോലുള്ള വീടാ. ഒരുപക്ഷെ ഒരു 100 പേർക്ക് ഇരിക്കാനുള്ള ഒരു പ്രാർത്ഥനാ ഹാളും അതിനുവേണ്ട പോഡിയവും സ്റ്റേജും മൈക്ക് സെറ്റും അറേഞ്ച്മെന്റും ഒക്കെ വീട്ടിൽ കാണും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ആ ഭവനത്തിലുണ്ടോ? പ്രാർത്ഥനാ മുറിയിലുണ്ടോ? അതോ വെറും കൈപ്പണിയായ കെട്ടിടം മാത്രമാണോ? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, ദമ്പതികളായ യുവ മിഥുനങ്ങളെ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ദൈവത്തിനുള്ള സ്ഥാനം എത്രത്തോളമുണ്ട്? എന്നെ കേൾക്കുന്ന യുവജന സുഹൃത്തുക്കളെ, വിവാഹിതരും അവിവാഹിതരുമായിട്ടുള്ള പ്രിയപ്പെട്ടവരെ, ഇന്നിന്റെ തലമുറയെ ന്യൂ ജെൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇന്നിന്റെ സഹോദരങ്ങളെ, ദൈവത്തിന് നിങ്ങളുടെ ഹൃദയത്തിലും ജീവിതത്തിലും സ്ഥാനമുണ്ടോ? ദാവീദ് ഒരു വലിയ കുറവ് കണ്ടെത്തി. എല്ലാം ഇവിടെയുണ്ട്. ദന്തഗോപുരങ്ങൾ ഉൾപ്പെടെ, വലിയ മരതകങ്ങൾ ഉൾപ്പെടെ, ദേവദാരുക്കൾ ഉൾപ്പെടെ സകലവുമുണ്ട്. പക്ഷേ ദൈവത്തിന്റെ പെട്ടകമില്ല. ഇത് നമ്മുടെ ആരാധനാലയം കോടികൾ മുടക്കി, കാഴ്ചയ്ക്ക് ഭംഗിയുണ്ട്, എല്ലാമുണ്ട്. 7 സ്റ്റാർ ഹോട്ടലുകൾ, വലിയ കൺവെൻഷൻ സെന്ററുകൾ, പിന്നിലാകുന്ന വിധത്തിലുള്ള സകല ആധുനിക സജ്ജീകരണങ്ങളുമുള്ള വലിയ സെൻട്രലൈസ്ഡ് കെട്ടിടങ്ങളായി നമ്മുടെ ദൈവാലയങ്ങൾ ഉയർത്തപ്പെട്ടു. നല്ലത് തന്നെ. പക്ഷേ ദൈവത്തിന്റെ സ്ഥാനം എവിടെയാണ്? ക്രൈസ്റ്റ്ലെസ് ചർച്ചസായി മാറിയില്ലേ? കർത്താവ് പറഞ്ഞതുപോലെ കള്ളന്മാരുടെ ഗുഹയായി തീർന്നില്ലേ? ദൈവത്തിനുള്ള സ്ഥാനം എവിടെയാണ്? വളരെ ഗൗരവമായി നാം ചിന്തിക്കണം. അതുകൊണ്ട് വ്യക്തികളിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. എന്റെ ജീവിതത്തിൽ ശൂന്യതയാണോ? അതോ ദൈവത്തിന് പ്രാധാന്യമുണ്ടോ? എന്റെ പ്രാർത്ഥനയിൽ ഒരാത്മാവുണ്ടോ? അതോ വെറും ജൽപ്പനമാണോ? പ്രാർത്ഥിക്കുന്നെന്ന് വരുത്തി തീർക്കുന്നതല്ലാതെ അതിനകത്തിൽ ഒരു സോൾ, ഒരാത്മാവ് എത്രത്തോളം ഉണ്ട്? പ്രിയമുള്ളവരെ, 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്നതിലല്ല കാര്യമിരിക്കുന്നത്. 1 മിനിറ്റ് മതി. പക്ഷേ അത് ഞാനും എന്റെ ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ മൂർത്തിഭാവമായിരിക്കണം. വളരെ ഗൗരവതയോടെ നാം ചിന്തിക്കണം. നമ്മുടെ ആരാധനകൾ ലേറ്റസ്റ്റ് വാദ്യോപകരണങ്ങൾ കൊണ്ട്,
മേളക്കൊഴുപ്പിന്റെ പ്രൈസ് ആൻഡ് വർഷിപ്പായിട്ട് മാറുമ്പോൾ പ്രൈസ് ചെയ്യേണ്ട, വേർഷിപ്പ് ചെയ്യേണ്ട സഭയുടെ നാഥനായ മണവാളനായ ക്രിസ്തു ആരാധനാ മധ്യേ ഇറങ്ങി വരുന്നുണ്ടോ? വചന ശുശ്രൂഷകൾ വെറും വാഗ്ദോരണങ്ങളായി മാത്രം ഒതുങ്ങുമ്പോൾ, കെട്ടുകഥകളുടെ ഇരിപ്പിടങ്ങളായി മാത്രം മാറുമ്പോൾ, ദൈവത്തിന് എത്രത്തോളം, ദൈവവചനത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, ജനങ്ങളെ സ്പർശിക്കുന്നു. ഇന്ന് നാം തിരിച്ചു ചിന്തിക്കണം. അതുകൊണ്ട് ഇതാ നമ്മൾ വായിച്ച ഭാഗത്ത് വരുമ്പോൾ ജനം സന്തോഷിച്ചു, ജനം ആർത്തട്ടഹസിച്ചു, ഭക്ഷണം കൈമാറി, ദൈവനാമത്തിൽ അനുഗ്രഹിച്ചു. ഈ ഒരു ഫെലോഷിപ്പ്, ഗാദറിംഗ് ഇന്ന് ഭവനത്തിലുണ്ടോ, സഭയിലുണ്ടോ? ഇന്നെല്ലാം ഗെറ്റ് ടുഗദറുകളായി മാറി. സഭയില്, കൂട്ടായ്മയില്, കുടുംബങ്ങളില് കൂടെ പഠിക്കുന്നവര് ഓരോ ക്ലാസ്സുകൾ അനുസരിച്ച് ഗെറ്റ് ടുഗദറുകളായി മാറി. അല്ല, കൂട്ടായ്മകൾ എങ്ങനെയുണ്ട്? തുടർന്നാണ് ദാവീദിൽ ചിന്ത ഉണരുന്നത്. ഞാൻ ഇത്രത്തോളം വലിയ സൗധങ്ങളിൽ താമസിക്കുമ്പോൾ ഇങ്ങനെ ഒരു കൂടാരം അടിച്ചിടത്തല്ല ദൈവത്തിന്റെ പെട്ടകം ഇരിക്കേണ്ടത്. അതിനുവേണ്ടി ഞാൻ ഒരു ആലയം പണിയും. അതിനാണ് ദൈവം ദാവീദിൽ കൂടെ ചിന്ത കൊടുത്ത് ശലോമോനിൽ കൂടെ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഒന്നാമത്തെ ജെറുസലേം ദൈവാലയം പണിയപ്പെടുവാൻ ഇടയായത്. ഈ പ്രഭാതത്തിൽ ഇന്നത്തെ ചിന്തകൾ നമ്മെ ഭരിക്കട്ടെ. എന്റെ പ്രാർത്ഥനകൾ, കൂട്ടായ്മകൾ, കൂടിവരവുകൾ, ആരാധനകൾ, കർത്തൃമേശകൾ, കൺവെൻഷനുകൾ, ഉപവാസങ്ങൾ ഇവയൊക്കെ വെറും പുറത്ത് കാണിക്കുന്ന വെറും പ്രാകൃതമായ അവസ്ഥകൾ മാത്രമായി തീരുന്നു. ഉള്ളിന്റെ ഉള്ളിൽ ശൂന്യതയാണോ? ദൈവമില്ലാത്ത, ദൈവ സാന്നിധ്യമില്ലാത്ത, ഇസ്രായേലിന്റെ നടുനായകത്വം വഹിക്കുന്ന പെട്ടകമില്ലാത്ത ഒരു യെരുശലേം, ഒരു ദാവീദിന്റെ നഗരം. ഇതാ അത് തിരിച്ചറിഞ്ഞ് ദാവീദ് പെട്ടകം തത്തുല്യമായ സകലവും ചെയ്ത് മടക്കിക്കൊണ്ടുവന്നു. ഒരു മടങ്ങി വരവ് എനിക്ക് നിങ്ങൾക്കും ആവശ്യമാണ്. നമ്മുടെ ഈ മെല്ലപ്പോക്ക് നയം അവസാനിപ്പിച്ച് ആത്മാർത്ഥതയോടെ കർത്താവിനെ സേവിക്കാം. ആളുകളെ കാണിക്കാനും കേൾപ്പിക്കാനുമുള്ള ആരാധന അവസാനിപ്പിക്കാം. യഥാർത്ഥമായി ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിക്കാം. അങ്ങനെ ഒരു ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ, ആത്മീയ സന്തോഷം പങ്കിടുവാൻ ജീവജലത്തിന്റെ എല്ലാ ശ്രോതാക്കളെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ആഹ്വാനം ചെയ്യുന്നു. പ്രിയ ദൈവജനമേ, നമ്മൾ ആരെയും കുറ്റം വിധിക്കണ്ട. ഞാൻ എന്നിലേക്ക്, അവരവരിലേക്ക് നോക്കുക. എന്നിലുള്ള ശൂന്യത കണ്ടെത്തുക, യഥാസ്ഥാനപ്പെടുക, കൂട്ടായ്മയും പാട്ടും ആരംഭിക്കുക. ഇതാ ആസാഫിനെ ഒന്നാമനാക്കി അവിടെ വലിയൊരു ശുശ്രൂഷ ആരംഭിച്ച് അവർ ദൈവത്തെ പാടി സ്തുതിക്കുന്നു. ഒരു വലിയ ആത്മീയ ജീവിതത്തിലേക്ക് മടങ്ങി വരാം. അങ്ങനെ വചനമനുസരിച്ച് കർത്തൃപാതയിൽ മുൻപോട്ട് പോകുവാൻ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ നയിക്കുകയാണ്, ക്ഷണിക്കുകയാണ്. ആ നിലകളിൽ ജീവിതത്തെ ക്രമപ്പെടുത്താം, പ്രാർത്ഥനയോടെ മുന്നേറാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ,
ഒരു പുത്തൻ ദിനത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ പ്രവേശിപ്പിച്ചതിനായി സ്തോത്രം. ദാവീദ് തന്റെ നഗരം കെട്ടുപണിത് ചെയ്ത് പേര് ചാർത്തി എല്ലാ നിലകളിലും ഉന്നതനായി വസിക്കുമ്പോഴും തന്റെ ഉള്ളിലൊരു സത്യം തിരിച്ചറിഞ്ഞു. എന്റെ നഗരത്തിൽ, എന്റെ രാജ്യത്തിൽ ദൈവത്തിന്റെ പെട്ടകമില്ല. അത് മടക്കിക്കൊണ്ടുവന്ന് സന്തോഷത്തോടെ യാഗമർപ്പിച്ച് ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിച്ചത് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. അപ്പാ, ഞങ്ങൾ പുറത്ത് കാണിക്കുന്നതല്ല ഞങ്ങളുടെ ഉള്ളിലെ അവസ്ഥ. ഞങ്ങളുടെ ഉള്ളിന്റെ അവസ്ഥ, ശൂന്യത, ഞങ്ങളുടെ വേദന, ഒറ്റപ്പെടൽ, സങ്കടം, വിഷമം അവിടുന്ന് അറിയുന്നു. അതിന്റെ കാരണം തിരിച്ചറിഞ്ഞ് ഞങ്ങൾ മടങ്ങി വരുവാൻ, നഷ്ടപ്പെട്ട ആത്മീയ ജീവിതം തിരിച്ചു പിടിക്കുവാൻ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട ആഹ്വാനത്തിനായി സ്തോത്രം. ആ ചിന്ത ഞങ്ങളെ ജീവിതത്തിലേക്ക് മടക്കി വരുത്തുവാൻ സഹായിക്കണം. ഇന്നത്തെ ദിനം സന്തോഷത്തിന്റെയും വിടുതലിന്റെയും ആത്മീയ ആരാധനയുടെയും ദിനമായി ദൈവകൃപയോടെ ഞങ്ങളെ കാത്തു പരിപാലിക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം ദൈവമാണ്, ദൈവ സാന്നിധ്യമാണ്, ദൈവവചനത്തിനുള്ള പ്രാധാന്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് എവിടെയെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ പുറംപൂച്ച് കാണിക്കുന്നത് മുഴുവനും അവസാനിപ്പിച്ചിട്ട് ഉള്ളിന്റെ ഉള്ളിൽ നിന്നും കർത്താവിനെ സ്വീകരിക്കുക, സമർപ്പിക്കുക, അഭേദ്യമായ ബന്ധത്തിൽ മുൻപോട്ട് പോകുക. അങ്ങനെ നമ്മുടെ വ്യക്തി ജീവിതം, കുടുംബജീവിതം, ആത്മീയ ജീവിതം, സഭാജീവിതം ദാവീദ് ചെയ്ത മാതൃക പോലെ നമുക്കും ആക്കി തീർക്കാം. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി കർത്താവിനെ സേവിപ്പാൻ, കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിനെ സാക്ഷിപ്പാൻ ഈ ദിനം സർവശക്തനായ ദൈവം നമ്മളെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless us all.